എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം സ്റ്റാൻലിയോട് പറഞ്ഞതനുസരിച്ച് ബാലേന്ദ്രൻ അലീനയോട് ഒന്ന് ചോദിക്കുവാണ്, നിനക്കിന്ന് എവിടേക്കോ പോകണം എന്ന് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, അത് നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. അന്നേരം അയ്യോ അച്ഛന് ഇന്ന് എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞ മീറ്റിംഗാണ് കുറച്ച് മുമ്പ് നടന്നത്, അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയില്ലേ, ഇനിയിപ്പം എനിക്ക് പ്രധാനപ്പെട്ട മീറ്റിംഗ് ഒന്നും ഇന്നില്ല, ഇനിയിപ്പം നാളെ എന്തെങ്കിലും അർജൻറ്റ് കേസ് വന്ന് പെടുവോ എന്നറിയില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം എന്ന് പറയും. അന്നേരം അലീന അങ്ങനെയാണെങ്കിൽ റെഡി ആയിട്ട് വരാം എന്ന് പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചോദിക്കും, അച്ഛനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, ശരിക്കും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞതാണ്, നീ പോയിട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ അലീന പെട്ടെന്ന് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരൂടെ റെഡിയായിട്ട് ഇറങ്ങുവാണ്. ബാലേന്ദ്രൻ നേരെ പോയി വണ്ടിയിലേക്ക് കയറുന്നു. അലീന വീടൊക്കെ പൂട്ടി പയ്യെ ഇറങ്ങി വരുക. വന്ന് വണ്ടിയിൽ കയറി അലീന ഇരിക്കുമ്പോഴും ബാലേന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അലീന ചോദിക്കും, അച്ഛൻ എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്തത് എന്ന്. അന്നേരം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അലീനയോട് ചോദിക്കും. അന്നേരം അലീന പറയുവാണ്, എനിക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോകേണ്ടത്, എനിക്ക് എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽസിലേക്ക് പോകാമെന്ന്. അന്നേരം അലീന പറയും, വേണ്ട, അവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് എനിക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും നല്ല കടയിൽ പോയാൽ മതി എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്തിനാ വേറെ കടയിൽ പോകുന്നത്, നമ്മുടെ കടയുള്ളപ്പം ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോളാം, അപ്പോൾ തീരെയല്ലേ പ്രശ്നം, നമുക്ക് നമ്മുടെ കടയിൽ തന്നെ പോകാമെന്ന് പറയുമ്പം, വേണ്ട, എനിക്ക് അച്ഛനെ അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് നമുക്ക് വേറെ കടയിൽ തന്നെ പോകണമെന്ന് അലീന ചിരിച്ചുകൊണ്ട് പറയുമ്പം ബാലേന്ദ്രൻ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേക്കാം, വേറെ നല്ല കടകളുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോരുവാണ്. അത് കഴിഞ്ഞ് അവർ ഇടയ്ക്ക് വണ്ടി നിർത്തി എന്തോ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ബാലേന്ദ്രൻ സ്റ്റാൻലിയെ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പോകുന്നത് കോട്ടയത്തെ കല്യാൺ സിൽക്സിലോട്ടാണ്, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, നിങ്ങളും അവിടുന്ന് ഇറങ്ങുവാണ്, ഒരേ സമയം നമുക്ക് ടെക്സ്റ്റൈൽസിലോട്ട് എത്താമെന്ന് പറയുന്നു. അന്നേരം സ്റ്റാൻലിക്ക് അത് എവിടെയാണ് എന്നൊന്നും അറിയത്തില്ല കേട്ടോ, കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് അവിടെ വെച്ച് കാണാം എന്ന് പറയുന്നു. മേടിച്ച സാധനമൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ പിന്നെയും വണ്ടി വന്ന് കയറുന്നു. അത് കഴിഞ്ഞ് അവർ നേരെ കല്യാൺ സിൽക്സിലേക്ക് എത്തുവാണ്. അവിടെ ചെന്ന് അകത്തേട്ട് കയറി പോരുന്നു. അന്നേരം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ടോപ്പും ചുരിദാറും ഒക്കെ ഉള്ള സെക്ഷനിലേക്കാണ് പോകേണ്ടത് എന്ന് പറയും. അവരങ്ങനെ നേരെ അവരെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയും, ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുത്തു, ഞാൻ അവിടെ ഉണ്ട് എന്ന്. കഴിഞ്ഞ് അലീന ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് അങ്ങ് പോയി കഴിയുമ്പം ബാലേന്ദ്രൻ പിന്നെയും സ്റ്റാൻലി വിളിക്കും. എന്നിട്ട് ചോദിക്കും, എവിടെ എത്തിയെന്ന്. അന്നേരം ഞാനിവിടെ കാർ പാർക്കിങ്ങിൽ കാറിൽ റെസ്റ്റ് എടുക്കുവാണ് എന്ന് പറയുമ്പം, എങ്കിൽ ഈ 3-ാം നിലയിലേക്ക് കയറി പോരും, ഞങ്ങൾ 3-ാം നിലയിലുണ്ട് എന്ന് പറയുന്നു. അന്നേരം എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ, എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് സ്റ്റാൻലി ചോദിക്കുക. അന്നേരം തിരിച്ചറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയും, ഞാനൊരു സൺഗ്ലാസ് വയ്ക്കാം, അത് പോരേ എന്ന്. അന്നേരം അത് വെച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ മതി, ഇനിയിപ്പോൾ അഥവാ തിരിച്ചറിയുവാണെങ്കിലും പെട്ടെന്ന് നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് അപ്പോഴത്തെ ഒരു മനോധർമ്മം പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒരിടത്ത് പോയിരിക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റാൻലി കയറി വരുന്നുണ്ട്. സ്റ്റാൻലി കയറി വരുന്നത് ബാലേന്ദ്രൻ കണ്ടു കേട്ടോ. ബാലേന്ദ്രനെയും സ്റ്റാൻലി കണ്ടു. നേരെ അങ്ങ് നടന്നു പോയി, വലിയ പരിചയമൊന്നും കാണിക്കാതെ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ വിളിക്കും. അതെ, ഞാൻ കണ്ടു കേട്ടോ എന്ന് പറയും. അന്നേരം ഞാനും കണ്ടായിരുന്നു, എങ്ങനെ എന്നെ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുമ്പം വലിയ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അഥവാ തിരിച്ചറിഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്ത് അങ്ങ് നിന്നാൽ മതി എന്ന് പറയുവാണ്. എന്നിട്ട് ഇങ്ങനെ ചുരിദാറും ടോപ്പും ഒക്കെ എടുക്കുന്ന സെക്ഷനിലുണ്ട്, ആ സൈഡിലോട്ട് ചെന്നോളാൻ പറയുന്നു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് സ്റ്റാൻലി. അന്നേരം അലീന ഓടി നടന്ന് ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്യുവാണ്. കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അലീനയുടെ. ഇടയ്ക്ക് അലീന ഓപ്പോസിറ്റ് വരുന്ന പോലെയൊക്കെ തിരിഞ്ഞു വരുമ്പം പെട്ടെന്ന് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് മുഖം മറിച്ച് കാണാത്ത രീതിയിൽ നിൽക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഒരുപാട് നേരം അലീനയുടെ പുറകെ നടന്ന് ഇതെല്ലാം കാണുന്നു. അതിനിടയ്ക്ക് സ്റ്റാൻലിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തെടുക്കാനാണ് വന്നത് എന്ന്. അന്നേരം സ്റ്റാൻലി ചുരിദാർ എടുക്കാനാണ് വന്നത്, പക്ഷേ ഇതിൻ്റെ സൈസൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം, ഭാര്യയ്ക്കാണോ സാറേ അതോ മകൾക്കാണോ, ഇവിടെ എം തൊട്ട് എല്ലാ XXL, XXL വരെയൊക്കെയുള്ള സൈസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പം എം മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ഓരോ നോക്കി നടക്കുന്ന പോലെ നടക്കും. അതുപോലെ അലീനയുടെ ഫോട്ടോയൊക്കെ എടുക്കും. ഏതായാലും മകളെ കണ്ണിറിച്ച് കാണുന്നുണ്ട് സ്റ്റാൻലി. ഈ സമയത്തിനിടയ്ക്ക് അലീനയുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എല്ലാം കഴിഞ്ഞോ, ഇനിയിപ്പോൾ
കയ്യിൽ എന്തെങ്കിലും മിച്ചം കാണുമോ എന്ന്. അന്നേരം ഒന്നും കാണിയല്ല, അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി അച്ഛൻ തരേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവരോട് ഇന്ന് സംസാരിച്ചിട്ട് ഞാൻ ബില്ലായോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അലീന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അങ്ങ് അപ്പുറത്തെ സൈഡിൽ കൂടെ സ്റ്റാൻലി വരും. എന്നിട്ടെല്ലാം സക്സസ് ആണ് എന്ന് കൈ കാണിക്കുവാണ്. അന്നേരം ബാലേന്ദ്രന് മനസ്സിലായല്ലോ, ഇനി ഇരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങളെല്ലാം സെറ്റായി. അങ്ങനെ ബാലേന്ദ്രൻ എഴുന്നേറ്റ് അലീനയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അലീന ബില്ലൊക്കെ അടിച്ച് മേടിച്ചു. ആ സാധനങ്ങളെല്ലാം മേടിച്ച് കൈ പിടിച്ചുകൊണ്ട് ബാലേന്ദ്രനും ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ഇറങ്ങിപ്പോയിരുന്നു. അന്നേരം സ്റ്റാൻലി ഇവർ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവരങ്ങ് പോന്നു കഴിയുമ്പം ഇങ്ങനെ ആകെ വിഷമത്തോടെ നോക്കിയിരിക്കുന്ന സ്റ്റാൻലി കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ വീട്ടിലോട്ട് എത്തുന്നതാണ്. വീട്ടിലോട്ട് എത്തി വണ്ടിയിൽ നിന്ന് കവറെല്ലാം പെറുക്കിയെടുത്ത് ഇറങ്ങുമ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ ഈശ്വര, ഇത്രയും കാശ് വേറെ കടയിൽ കൊണ്ട് കൊടുത്തല്ലോടി എന്ന്. അന്നേരം അച്ഛൻ വണ്ടി കയറിപ്പോൾ തൊട്ട് കളിയാക്കുന്നതായെന്ന് പറയുമ്പോൾ, എന്നാലും അവർക്ക് ഇത്രയും കച്ചവടം കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ, അച്ഛൻ അതോട്ട് കയറി വാ, അച്ഛനൊരു ചായ ഞാൻ ഇട്ട് തരാം എന്ന് പറയുമ്പോൾ, അവർക്ക് കച്ചവടം എനിക്ക് ചായ അതെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അലീനെ. എന്തായാലും വീടൊക്കെ തുറന്ന് അകത്തേക്ക് അവർ കയറുന്നു. ഈ സമയം ഹോട്ടൽ റൂമിലെത്തിയ സ്റ്റാൻലി എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ സൂം ചെയ്തും അല്ലാതെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേക്കും എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ വന്നല്ലോ. ഭവതിയുടെ അടുത്തോട്ട് ചെല്ലുവാണ് അലീന. റൂമിൻ്റെ വാതിക്കെ ചെന്ന് നിന്നിട്ട് അകത്തോട്ട് വന്നോട്ടെ എന്ന് വയ്ക്കുമ്പോൾ വേണ്ട വരണ്ട എന്ന് പറയും. അന്നേരം അലീന പറയും, എന്ത് ചോദിച്ചാൽ ആദ്യമേ നെഗറ്റീവ് പറഞ്ഞോണം, ഞാൻ അകത്തോട്ട് കയറി വരുക എന്ന് പറയുമ്പം വന്നിട്ട് എന്തിനാ എന്ന് വയ്ക്കും. അത് കയറി വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് അലീന അകത്തോട്ട് കയറി വരുന്നു. എന്നിട്ട് ഈ കവർ ഇങ്ങനെ കയ്യിലോട്ട് കൊടുക്കുവാണേ. അന്നേരം എനിക്കിങ്ങ് വേണ്ട, ഇതെന്താ എന്ന് വയ്ക്കും. അന്നേരം നീ തുറന്നു നോക്കുക എന്ന് പറയുമ്പം അങ്ങനെ വേറെ ആൾക്കാർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, ദേ മര്യാദയ്ക്ക് മേടിച്ചോണം കേട്ടോ പെണ്ണെ എന്ന് പറഞ്ഞ് മടിയിലോട്ട് വെച്ച് കൊടുക്കുവാണ്. അന്നേരം ബബിത അത് അവിടെ വെച്ചിട്ടെങ്കിൽ എഴുന്നേക്കും. എന്നിട്ട് എന്താ ഇത് എന്ന് ചോദിക്കുമ്പം അതൊന്ന് തുറന്ന് നോക്കടി എന്നിങ്ങനെ പറയുവാണ്. അന്നേരം എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. നീയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നാലേ, ഞാൻ നിനക്കൊന്നും മേടിച്ച് തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, അന്ന് ഞാൻ ഡ്രസ്സ് നശിപ്പിച്ച് കളഞ്ഞല്ലോ, അതോ ഓർത്തപ്പോൾ എനിക്ക് വിഷമമായി, അതുകൊണ്ട് വേറെ മേടിച്ച് തന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഞാൻ മേടിച്ച് നീ ഒന്ന് നോക്കുക എന്ന് പറയും. എന്നിട്ട് കവറ് തുറന്ന് അതിൽ നിന്ന് ഒരു വാച്ച് എടുക്കുവാണ്. ഒരു വാച്ച് മേടിച്ച് അലീന ബബിതയുടെ കയ്യിലോട്ട് കെട്ടിക്കൊടുക്കുന്നു. അന്നേരം ബബിതയ്ക്ക് ആകെ വിഷമമൊക്കെ വന്നുണ്ട്. എന്തായാലും അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. ആ പ്രമോയിൽ അമ്മയെ കാണാനായിട്ട് നമ്മുടെ അലീന അങ്ങോട്ട് ചെല്ലുവാണ്. ഇനിയാണ് ശാപവാക്കുകളുമായിട്ട് വൈജയന്തി അലീനയെ സ്വീകരിക്കാൻ പോകുന്നത്. എന്തായാലും ആദ്യം മനുവിനെയാണ് കാണുന്നത്. അന്നേരം മനു ചോദിക്കും, അവസാന യാത്ര ചോദിക്കാൻ വന്നതാണല്ലേ എന്ന്. ആകെ വിഷമമാണേ. അന്നേരം അലീന പറയും, ആദ്യം മാഡത്തിനോട് എനിക്ക് യാത്ര ചോദിക്കണം, പിന്നെ ഇവിടെയുള്ള എല്ലാവരോടും യാത്ര ചോദിക്കണം എന്ന് പറയുമ്പം മനു ചോദിക്കും, അപ്പോൾ എന്നോടോ എന്ന്. ഏതായാലും അലീനയുടെ വായിൽ നിന്ന് വീണ മറുപടി എന്താണെന്ന് അറിയില്ല. നല്ല സങ്കടമാണ് മനുവിന്. ഒന്നും മിണ്ടാതെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ മനുവായിട്ട് എന്നിങ്ങനെ വിഷമത്തോടെ വിളിക്കുന്നൊക്കെയുണ്ട് അലീന. അതുപോലെ വൈജയന്തിയുടെ അടുത്തോട്ട് ചെല്ലുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഇനി അലീനയെ നിർത്തി പൊരിച്ചെടുക്കും വൈജയന്തി. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.